നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തലസ്ഥാനത്തെ ഹണി ട്രാപ്പ് കേസിൽ പുതിയ വഴിത്തിരിവ്. പരാതിക്കാരനായ വ്യവസായി മാർക്ക് വിജയകുമാർ തന്റെ ഭർത്താവും കുഞ്ഞിന്റെ പിതാവുമാണെന്ന് അവകാശപ്പെട്ട് കേസിലെ ഒന്നാം പ്രതിയായ റോഷിനി സുരേഷിന്റെ വീഡിയോ പുറത്ത്. കേസിന് പിന്നിൽ ബിസിനസ് തർക്കമാണെന്നും തന്റെ സ്ഥാപനത്തെ തകർക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് പരാതിയെന്നും റോഷിനി ആരോപിച്ചു. മാർക്ക് വിജയകുമാറും ജർമ്മൻ ഭാഷാ പരിശീലന സ്ഥാപനം നടത്തുന്ന ബിസിനസ് പങ്കാളികളാണ്. ഇരുവരുടെയും വിവാഹം ചിത്രങ്ങളും കുഞ്ഞിനൊപ്പമുള്ള ചിത്രങ്ങളും പുറത്തുവിട്ട റോഷിനി കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റിൽ പിതാവിന്റെ സ്ഥാനത്ത് വിജയകുമാറിന്റെ പേരാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്നും അവകാശപ്പെട്ടു. സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന വാർത്തകളിൽ പലതും തെറ്റാണെന്നും താൻ അറസ്റ്റിലായെന്ന രീതിയിൽ പ്രചരിക്കുന്നത് ബോധപൂർവമാണെന്നും റോഷിനി വീഡിയോയിൽ പറയുന്നു. ബിസിനസ് തകർക്കാനും സാമ്പത്തിക നേട്ടം നേടാനുമാണ് ഈ പരാതി. പരാതിയുടെ അടിസ്ഥാനത്തിൽ എന്നെ കോടതിയിൽ ഹാജരാക്കിയില്ലെങ്കിലും ആരോപണത്തിൽ കഴമ്പില്ലെന്ന് കണ്ടതിനാൽ ജാമ്യത്തിൽ വിട്ടതെന്നാണ് റോഷിനിയുടെ വാദം. വഞ്ചൂർ പോലീസിൽ രജിസ്റ്റർ ചെയ്ത FIR പ്രകാരം 2023 ജൂണിൽ റോഷിനി പ്രസവിച്ച കുഞ്ഞ് പരാതിക്കാരന്റേതാണ് എന്ന് ഭാര്യയെയും കുടുംബാംഗങ്ങളെയും അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടിയെന്നാണ് പരാതി. ഭീഷണിപ്പെടുത്തി കമ്പനിയുടെ വാർഷിക ലാഭത്തിന്റെ 50% സ്വന്തം അക്കൗണ്ടിലേക്ക് മാറ്റിയതായും തുടർന്ന് വിവിധ ഘടകങ്ങളിലായി ഏകദേശം 1.80 കോടി രൂപ കൈപ്പറ്റിയതായും പരാതിയുണ്ട്. കൂടാതെ 1.20 കോടി രൂപ വില വരുന്ന തൃപ്പൂണിത്തുറയിലെ ഫ്ളാറ്റ്, 1.5 കോടി രൂപ വില വരുന്ന മലയൻകീഴിലെ 20 സെന്റ് സ്ഥലം, ഏകദേശം 45 പവൻ സ്വർണ്ണാഭരണങ്ങൾ എന്നിവയും പരാതിക്കാരന്റെ പണം ഉപയോഗിച്ച് സ്വന്തമാക്കിയെന്നാണ് FIR-ൽ പറയുന്നത്. 39-കാരനായ വ്യവസായി നൽകിയ പരാതിയിലാണ് വഞ്ചൂർ പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. റോഷിനി അറസ്റ്റ് രേഖപ്പെടുത്തി പിന്നീട് ജാമ്യത്തിൽ വിടുകയും ചെയ്തിരുന്നു. തെലങ്കാന സ്വദേശിയാണ് പരാതിക്കാരൻ. സ്ഥാപനത്തിന്റെ ഹെഡ് ഓഫീസ് കൊച്ചിയിലാണ്. എന്തായാലും ഈ പറയുന്ന കുറ്റാരോപിതയുടെ പ്രതികരണമുണ്ട്, അത് കേൾക്കാം. ഹായ്, ഇത് റോഷിനിയാണ്. ഇന്ന് പല മാധ്യമത്തിലൂടെയും എനിക്കെതിരായ വ്യാജ വാർത്തകൾ വരുന്നുണ്ട്. അതായത് എന്നെ അറസ്റ്റ് ചെയ്തു, അതായത് 5 കോടി പറ്റിച്ചു, ഹണി ട്രാപ്പിൽ എന്നെ അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞൊരു വ്യാജ വാർത്ത വരുന്നുണ്ട്. ഞാൻ അറസ്റ്റിലാണ് എന്നുള്ളതാണ് എല്ലാവരും പറയുന്നത്. അപ്പം കുറച്ചു പേർക്കെങ്കിലും ഇതിന്റെ ക്ലാരിറ്റി വേണമെന്നുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം ഇങ്ങനെ ഒരു അലിഗേഷൻ എന്റെ ബിസിനസ് പാർട്ട്ണറായ മിസ്റ്റർ മാർക്ക് വിജയകുമാറിന്റെ സൈഡിൽ നിന്നും ഉണ്ടായി. അപ്പോൾ അത് എന്റെ ബിസിനസ് തകർക്കാനും അതുപോലെ എന്റെ ബാക്കിയുള്ള സാമ്പത്തികമായിട്ടുള്ള നേട്ടങ്ങൾക്കും വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളത്. അതിലുപരി മാർക്ക് വിജയകുമാർ എന്റെ കുഞ്ഞിന്റെ അച്ഛനാണ്, അതുപോലെ ബിസിനസ് പാർട്ട്ണറാണ്. അപ്പോ ഇങ്ങനെ ഒരു അലിഗേഷൻ വന്ന് അല്ലെങ്കിൽ ഒരു ഹണി ട്രാപ്പ് അല്ലെങ്കിൽ ഈ 5 കോടി എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു ക്ലാരിറ്റി എന്റെ സൈഡിൽ നിന്ന് പറഞ്ഞു തോന്നി. ഞാൻ ഇതിന്റെ കാര്യത്തിൽ എനിക്ക് അറസ്റ്റ് ആക്ച്വലി ഇങ്ങനെ ഒരു കേസ് വന്നിട്ട് എന്നെ അറസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കിയ സമയത്ത് ഈ പരാതിക്ക് യാതൊരുവിധ കഴമ്പും ഇല്ല എന്ന് പറഞ്ഞിട്ട് എന്റെ അറസ്റ്റ് ക്യാൻസൽ ചെയ്തിട്ട് ഞാനിപ്പോഴും അവൈലബിൾ ആണ്. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് എനിക്ക് മെസ്സേജ് അയക്കാം.